بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി ഗൗരവത്തിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമായിട്ടുള്ള അഖീദ, വിശ്വാസകാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ, അതിൻ്റെ പല ശാഖകളും മേഖലകളുമെല്ലാം പഠിക്കാൻ വേണ്ടി നാം തിരഞ്ഞെടുത്തിട്ടുള്ള കിതാബാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫളഹുല്ലാ എഴുതിയിട്ടുള്ള അഖീദത്തു തൗഹീദ് എന്ന ഗ്രന്ഥം. ധാരാളം കിതാബുകൾ അഖീദ പഠിക്കാൻ വേണ്ടി മുൻഗാമികളായ പണ്ഡിതന്മാർ അധിക പേരും കിതാബു തൗഹീദ് എന്നുള്ള പേരിൽ അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്ത ശാഖകൾ ഈമാനുമായി ബന്ധപ്പെടുത്തിയിട്ടും മറ്റുള്ള പേരുകളിലുമെല്ലാം ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. എന്തിനാണ് ഈ ഒരു കിതാബ് നാം തിരഞ്ഞെടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, മുൻഗാമികളുടെ കിതാബുകളിൽ നിന്ന് ക്രോഡീകരിച്ചെടുത്തുകൊണ്ട് ആധുനിക കാലത്ത് മുആസിറായി ജീവിക്കുന്ന ഇന്ന് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നുള്ള പദവിയിൽ നിൽക്കുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫളഹുല്ലാ അദ്ദേഹം ക്രോഡീകരിച്ച് എഴുതിയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും വളരെ നല്ല രീതിയിൽ ക്രോഡീകരിച്ചിട്ടുമുള്ള ഒരു ഗ്രന്ഥമായതുകൊണ്ടാണ് ഈ ഒരു കിതാബ് അഖീദത്തു തൗഹീദ് എന്നുള്ള ഈ കിതാബ് നാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കിതാബാണ്. സൗദി അറേബ്യയിൽ ഈ കിതാബ് പ്രിന്റ് ചെയ്ത് ആളുകൾക്ക് വിതരണം ചെയ്യാറുണ്ട്. ഹജ്ജിന് വരുന്ന ആളുകൾക്കും അതുപോലെ പൊതുജനങ്ങൾക്ക് വായിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ കിതാബ് പല ആളുകളും ദീന് പഠിക്കുന്ന, ദീന് പ്രബോധനം ചെയ്യുന്ന ആളുകൾ പഠിക്കാനും വായിക്കാനും പ്രബോധനം ചെയ്യാൻ ഒരു നിവാമിന്, ഒരു ഓർഡറിനും വേണ്ടി തിരഞ്ഞെടുക്കുന്ന കിതാബാണ്. ഇതിൽ കിതാബിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അല്ലെങ്കിൽ ഞാൻ കണ്ടതിൽ വളരെയധികം ഒരു അനന്തരഫലമുണ്ടാക്കിയ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സമസ്തയുടെ കോളേജിൽ പട്ടിക്കാടുള്ള ജാമ്യയിൽ പഠിച്ചിറങ്ങുമ്പോൾ കിട്ടുന്ന ഡിഗ്രിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ ഒരിക്കൽ പരിചയപ്പെടാനിടയായപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അദ്ദേഹത്തിൻ്റെ മേശയുടെ മുകളിൽ ഈ ഒരു കിതാബ് എപ്പോഴും ഉണ്ട്, അഖീദത്തു തൗഹീദ് എന്നുള്ള കിതാബ്. അപ്പോൾ 2-3 തവണ അദ്ദേഹമായിട്ടുള്ളൊരു സംസാരം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സംസാരിക്കാനും ചില കാര്യങ്ങൾക്കും വേണ്ടി പോയ സമയത്ത് ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഈ കിതാബ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ചോദിച്ചു. അദ്ദേഹം ഫൈലി പഠിച്ചു കഴിഞ്ഞു, പക്ഷേ പിന്നീട് തൗഹീദും സലഫി മൻഹജും എല്ലാം മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഉംറക്കോ ഹജ്ജിനോ വേണ്ടി പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആരോ കൊടുത്ത ഒരു കിതാബാണ് അഖീദത്തു തൗഹീദ്. ഇത് വായിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ വായിച്ചപ്പോഴാണ് എനിക്ക് തൗഹീദ് എന്താണെന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ തൗഹീദിന് ഇത്രത്തോളം പഠിക്കാനുണ്ട്, ഇതിൻ്റെ ശാഖകൾ ഇത്രയുണ്ട്, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നിബന്ധനകളുണ്ട്, തൗഹീദിന് പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായത് ഇത് വായിച്ചപ്പോഴാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ പ്രായമുള്ള ഒരു വ്യക്തി, പിന്നെ വളരെ അറിവുള്ള, അദ്ദേഹം ഫലക്കി കൂടെയാണ്, ഗോളശാസ്ത്രത്തിൽ വലിയ അറിവുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ധാരാളം അനന്തരഫലവും സ്വാധീനവും ചെലുത്താൻ സാധിക്കുന്ന, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കിതാബാണ് അഖീദത്തു തൗഹീദ് എന്നുള്ളത്. ഇതിൻ്റെ മുഅല്ലിഫിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല, നമുക്കെല്ലാവർക്കും അറിയുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫളഹുല്ലാ അദ്ദേഹത്തിൻ്റെ ജുഹദ്, ദഅവത്തിൻ്റെ മേഖലയിൽ തൗഹീദ് പ്രചരിപ്പിക്കുന്നതിൽ, സലഫി മൻഹജിനെ ദിഫാ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ അതിനെ എതിരായി നിൽക്കുന്ന ആളുകളെ ശക്തമായി താക്കീത് ചെയ്യുന്നതിൽ വളരെ മുൻപന്തിയിലുള്ള, വളരെയധികം ദീനിന് സേവനം ചെയ്യുന്ന, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അല്ലാഹു അദ്ദേഹത്തെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്കിതിൻ്റെ ആമുഖം വളരെ ലഘുവായ ഭാഷയാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാം. ആദ്യം ഒരു മുഖദ്ദിമ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫളഹുല്ലാ കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് അഖീദ എന്നുള്ള കാര്യത്തെ, അല്ലെങ്കിൽ എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ള ചെറിയ രീതിയിൽ ഓർമ്മപ്പെടുത്തുക. നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ ദർസിൽ നാം സൂചിപ്പിച്ചിരുന്നു, നമുക്ക് പ്രമാണങ്ങളായിട്ടുള്ളത് ഖുർആനും സുന്നത്തുമാണ്, അഥവാ ഖുർആനും ഹദീസുമാണ്.
ഈ രണ്ട് കാര്യത്തിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കുന്ന ഫിഖ്, ഇത് ഈ മൂന്നെണ്ണമാണ് ഇൽമിന്റെ അസ്ലുകൾ എന്ന് പറയുന്നത്. ഖുർആന്, ഹദീസ്, ഇതിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കുന്ന ഫിഖ്. ഈ ഫിഖ്ഹിനെ ഉലമാക്കൾ രണ്ടാക്കി പറയാറുണ്ട്: ഫിഖ്ഹുൽ അക്ബർ, ഫിഖ്ഹുൽ അസ്ഗർ. ഫിഖ്ഹുൽ അക്ബർ എന്ന് പറയുന്നത് പൊതുവെ അഖീദക്കാണ്, അഖദീയായിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങൾക്കാണ്. ഫിഖ്ഹുൽ അസ്ഗർ എന്ന് പറയുന്നത് അമലുകൾ, നമ്മുടെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഫിഖ്ഹുൽ അസ്ഗർ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഖുർആനിലും ഹദീസിൽ നിന്നും ഉരുത്തിരിച്ചെടുക്കുന്നത് ഈ ഫിഖ്ഹാണ്. അതിൽ അഖീദാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു കിതാബിൽ ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ മുഖദ്ദിമ വായിക്കാം. മുഖദ്ദിമ എന്ന് പറഞ്ഞാൽ ആമുഖം. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നു: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിഹി സ്വാദിഖിൽ അമീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും ആരംഭിക്കുകയാണ്. ഫഹാദാ കിതാബുൻ ഫീ ഇൽമി തൗഹീദ്. ഈ കിതാബ് ഇൽമു തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അഥവാ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏകനാക്കുക, അഥവാ ഇബാദത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ എന്നുള്ളത്, അള്ളാഹുവിന്റെ ഹക്ക്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കിതാബ്. വഖദ് റാഅയ്തു ഫീഹി അൽ-ഇഖ്തിസാറ മഅ സുഹൂലത്തിൽ ഇബാറ. ഈ ഒരു കിതാബിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇത് എഴുതിയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പത്തിലുള്ള ഭാഷാ ഉപയോഗങ്ങളിലും രീതിയിലും ഒരു ഘടനയിലുമാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കണം. കെട്ടുകുടിക്കുള്ള ഇബാറത്തുകളോ വാക്കുകളോ ഒന്നും ആകാൻ പാടില്ല, എളുപ്പത്തിൽ മനസ്സിലാക്കണം. അതിനു വേണ്ടി വഖദ് ഇഖ്തബസ്തുഹു മിൻ മസാദിറ കസീറത്തിൻ മിൻ കുതുബി അഇമ്മത്തിനൽ അഅലാം. നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള വലിയ പണ്ഡിതന്മാരുടെ ധാരാളം കിതാബുകളിൽ നിന്ന് അതിനെ ഒരു മസ്തറായിക്കൊണ്ട് പരിഗണിച്ചുകൊണ്ട് അതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, നമുക്ക് ധാരാളം കിതാബുകൾ അറിയാം. ഇപ്പോൾ വലിയ വലിയ കിതാബുകളുണ്ട്. കിതാബു തൗഹീദ് ഉണ്ട്. കിതാബു തൗഹീദ് എന്നുള്ള പേരിൽ തന്നെ സലഫുകളിൽ നിന്നും കിതാബുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പരിചിതം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെയാണ്. അതുപോലെ തന്നെ അഖീദയുമായി ബന്ധപ്പെട്ട ധാരാളം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ തന്നെ ധാരാളം കിതാബുകളുണ്ട്. അല്ലെങ്കിൽ ഇബ്നു തൈമിയ, ഇബ്നു ഖയ്യിം പോലെയുള്ള പണ്ഡിതന്മാരുടെ ഉണ്ട്, അങ്ങനെ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ തൗഹീദുമായി ബന്ധപ്പെട്ട് അഖീദുമായി ബന്ധപ്പെട്ടുള്ള കിതാബുകൾ പരിശോധിച്ചും അതിൽ കൂടുതൽ മുത്താല ചെയ്തുമാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. വലാ സിയമ കുതുബ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ വകുതുബുൽ അല്ലാമത്തി ഇബ്നുൽ ഖയ്യിം വകുതുബ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. പ്രത്യേകിച്ചും ഈ ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാ പറയാണ്, ഈ കിതാബ് എഴുതാൻ പരിഗണിച്ചിട്ടുള്ള കിതാബുകൾ എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അതുപോലെ അദ്ദേഹത്തിന്റെ ശിഷ്യം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, ഈ രണ്ടുപേരുടെ കിതാബുകൾ ഏറ്റവും അധികം സ്വാധീനിക്കുകയും ആ സ്വാധീനിച്ചതിനെ വളരെയധികം ദഅവാ രംഗത്ത് ഉപകരിക്കുകയും ചെയ്യുന്ന രീതിയിൽ ക്രോഡീകരിച്ച മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, മൂന്ന് പേരെയും ഷെയ്ഖുൽ ഇസ്ലാം എന്നുള്ള തലക്കെട്ടിൽ നമ്മൾ പറയാറുണ്ട്. കാരണം അത്രയധികം ഇസ്ലാമിന് സേവനം ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ ഇസ്തിഗാസവാദം അഥവാ മരണപ്പെട്ട ആളുകളോട്, മരണപ്പെട്ടു പോയ ആളുകളോട് സഹായം ചോദിക്കുന്നത്, ഇസ്തിഗാസ എന്നുള്ള ഒരു കാര്യം അത് അനുവദനീയമാണ്, അത് ശിർക്കല്ല എന്നുള്ള വാദം പൊട്ടിപ്പുറപ്പെട്ട് അത് ധാരാളമായി വാദിച്ചു കൊണ്ടിരുന്ന കാലത്താണ് ഇബ്നു തൈമിയ റഹിമഹുള്ള ശക്തമായി അതിനെ റദ്ദ് ചെയ്തത്. തൗഹീദിന്റെ ശാഖകളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, തൗഹീദിനെ വ്യക്തമാക്കി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അസ്മാഉ സിഫാത്തുകളിൽ മുഅ്തസിലിയാക്കളും ജഹ്മിയാക്കളും അശ്ശരിയാക്കളും പിഴച്ച വാദങ്ങൾ പറഞ്ഞപ്പോൾ അതിനെതിരെയും കിതാബുകൾ എഴുതിയും ഖണ്ഡനം നടത്തിയും എല്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പ്രതിരോധിച്ചിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ കിതാബിലും വളരെ ചിന്താർഹമായ രീതിയിൽ തൗഹീദിനെ ചർച്ച ചെയ്യുന്നത് കാണാം. ഇപ്പോൾ കിതാബു തൗഹീദ് വായിച്ചുള്ള ആളുകൾ ഇബ്നുൽ ഖയ്യിമിന്റെ ഇഗാസത്തുൽ ലഹ്ഫാൻ പരിശോധിച്ചു കഴിഞ്ഞാൽ കിതാബു തൗഹീദിന്റെ ബാബുകളെല്ലാം ഒന്നുകൂടി വിശാലമായി എഴുതിയ രീതിയിൽ ഇഗാസത്തുൽ ലഹ്ഫാനിൽ കാണാം. ഓരോ ഷിർക്കിന്റെ ആളുകൾക്കും പറ്റിയിട്ടുള്ള അബദ്ധം, അവർക്ക് സംഭവിച്ചിട്ടുള്ള ശുബ്ഹത്തുകൾ, എന്തുകൊണ്ടാണ് അവർ അതിൽ അകപ്പെട്ടു പോയിട്ടുള്ളത്, അവരുടെ തെറ്റിദ്ധാരണ എന്താണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കാണാം. അതുപോലെ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലക്ക് അദ്ദേഹത്തിന്റെ തൗഹീദിന്റെയും സുന്നത്തിന്റെയും ദഅവത്തിൽ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളത് ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം റഹിമഹുമുല്ലാ അവരുടെ കിതാബുകളാണ്. അവരുടെ കിതാബുകൾ വായിച്ചിട്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ തൗഹീദിന്റെ ദഅവത്തിനുള്ള പ്രചോദനം ലഭിച്ചത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള കിതാബുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല കിതാബുകളിലും ഇബ്നു തൈമിയയുടെയും ഇബ്നുൽ ഖയ്യിമിന്റെയും അതേ ഇബാറത്തുകൾ കൊടുത്തു കാണാം. കാരണം അത്രയധികം സ്വാധീനിച്ചിട്ടുണ്ട്. വതലാമീദിഹി മിൻ അഇമ്മത്തി ഹാദിഹി ദഅവത്തിൽ മുബാറക,
അവിടുന്ന് ഇങ്ങോട്ട് ഈ തൗഹീദിന്റെ ദഅവത്തിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ശിഷ്യന്മാരായി കൊണ്ടുവന്നിട്ടുള്ള വലിയ പണ്ഡിതന്മാർ, ധാരാളം പണ്ഡിതന്മാരുണ്ട്. അവരുടെ കിതാബുകളെല്ലാം പരിശോധിച്ചിട്ടാണ് ഈ ഒരു കിതാബ് അഖീദത്തു തൗഹീദ് എന്നുള്ളത് ഞാൻ എഴുതിയിട്ടുള്ളത് എന്ന് സ്വാഹിൽ ഫൗസാൻ ഹഫദഹുല്ലാ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ومما لا شك فيه أن علم العقيدة الإسلامية هو العلم الأساسي الذي تجدر العناية به. ഈ അഖീദ, ഇസ്ലാമിന്റെ അഖീദ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അറിവ്, അതിലൊരു സംശയവുമില്ല, അത് അടിസ്ഥാനപരമായിട്ടുള്ള അറിവാണ്. ഇൽമുൽ അസാസിയാണ്, അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടതാണ്. അത് നമ്മൾ ഏറ്റവും പരിഗണിക്കേണ്ട, പരിശോധിക്കേണ്ട, മുഴുകേണ്ട, അതിനർഹമായിട്ടുള്ളതാണ്. വഅമലൻ ബിമൂജബിഹി, അത് നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ എന്താണോ അതുകൊണ്ട് കർമ്മവും ചെയ്യണം. ലിതകൂനൽ അഅ്മാലു സഹീഹത്തൻ, എന്തിനാണ് ഈ അഖീദ പഠിക്കുന്നത്? കാരണം അഖീദ ശരിയായാൽ മാത്രമേ ഒരാളുടെ കർമ്മം സഹീഹാവുകയുള്ളൂ. മഖ്ബൂലത്തൻ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുകയുള്ളൂ. നാഫിഅത്തൻ ലിൽ ആമിലീൻ, ആ കർമ്മം ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായതാവുകയുള്ളൂ. നമുക്കറിയാം, ദീനിൽ രണ്ട് അടിസ്ഥാനങ്ങളില്ല എങ്കിൽ, രണ്ട് കാര്യങ്ങളില്ല എങ്കിൽ അവന്റെ ഇബാദത്ത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. ഒന്നെന്താണ്? ഇഖ്ലാസ് ആയിരിക്കണം, ഇഖ്ലാസോടുകൂടിയായിരിക്കണം, അള്ളാഹുവിന് വേണ്ടി മാത്രം. ഇഖ്ലാസ് പറഞ്ഞാൽ തൗഹീദ്. രണ്ട്, ഇത്തിബാഉ സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ചായിരിക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ വീഴ്ച സംഭവിച്ചാൽ ആ കർമ്മം എന്തല്ല, സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ അതിൽ അടിസ്ഥാനമാണ് അഖീദ എന്നുള്ളത്. അതുണ്ടെങ്കിലേ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഖുസൂസൻ വ അന്നനാ ഫീ സമാനിൻ കഫറത് ഫീഹി തയ്യാറാത്തുൽ മുൻഹരിഫ. എന്നിട്ട് സാലിഹ് ഫൗസാൻ, മുആസിറായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാലിഹ് ഫൗസാൻ പ്രത്യേകം പറയുകയാണ്, പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം എന്താണ്? ധാരാളം വഴികേടുകൾ വർദ്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള വഴികേടുകൾ വർദ്ധിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ തയ്യാറുൽ ഇൽഹാദ്, നിരീശ്വരവാദത്തിന്റെ മാർഗം, അത് ധാരാളമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, എത്രയോ ചെറുപ്പക്കാർ ഇസ്ലാമിലായിക്കൊണ്ട് ജനിക്കാൻ തൗഫീഖ് ലഭിച്ചിട്ടുള്ള, മുസ്ലിമായ ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളായി ജനിക്കാൻ തൗഫീഖ് ലഭിച്ചിട്ടുള്ള ആളുകൾ, അള്ളാഹു അതിന് തെരഞ്ഞെടുത്ത ആളുകൾ ഈ നിരീശ്വരവാദത്തിന്റെ ഏറ്റവും വിഡ്ഢിത്തം നിറഞ്ഞ ഈ വാദത്തിലേക്ക് പോകുന്നത് കാണാം. വതയ്യാറു തസവ്വുഫി വറഹ്ബാന, സൂഫിയത്തിന്റെ അഥവാ ഇസ്ലാമിനകത്താണെങ്കിൽ പോലും പുതിയതായിട്ടുള്ള ഒരു തസവുഫിന്റെ രീതിയിൽ അവർ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളോട് എതിരായിക്കൊണ്ടുള്ള പല രീതിയിൽ, അതുപോലെ തന്നെ പൗരോഹിത്യം നിറഞ്ഞിട്ടുള്ള പുരോഹിതന്മാരെ അന്ധമായി അംഗീകരിച്ച് പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന അവസ്ഥ. വതയ്യാറുൽ ഖുബൂരിയത്തിൽ വസനിയ, അതുപോലെ പിഴച്ചൊരു മാർഗമാണ് ഖബറുകളെ വിഗ്രഹങ്ങളാക്കുന്ന ആളുകളുടെ, ഖബറിനെ ആരാധിക്കുന്ന ആളുകളുടെ അതുപോലെയുള്ള വഴികേടുകൾ. വതയ്യാറുൽ ബിദ്അൽ മുഖാലിഫത്തിൽ ലിൽ ഹദിയിൻ നബവി, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് എതിരായിട്ടുള്ള ബിദ്അത്തിന്റെ വഴികൾ, ധാരാളം ബിദ്അത്തുകൾ ദീനിന്റെ പേരിൽ ഉണ്ടാക്കപ്പെടുന്ന ആ രീതിയിലുള്ള വഴികൾ. വകുല്ലുഹാ തയ്യാറാത്തുൻ ഖതീറത്തുൻ, ഇതെല്ലാം ഈ പറഞ്ഞ ഈ മാർഗങ്ങളെല്ലാം അപകടം നിറഞ്ഞതാണ്. വമാലം യകുനിൽ മുസ്ലിമു മുസല്ലഹൻ ബിസിലാഹിൽ അഖീദത്തി സഹീഹ, ഈ അപകടത്തിൽ അവൻ വീണുപോകും. എന്തല്ല എങ്കിൽ ഒരു മുസ്ലിം ഇതിനെതിരെ യഥാർത്ഥ അഖീദ കൊണ്ടുള്ള ആയുധം അണിഞ്ഞിട്ടില്ല എങ്കിൽ, അഥവാ അവൻ ഇതിനെതിരെയുള്ള ആയുധം അവന്റെ കയ്യിലില്ല എങ്കിൽ അവൻ എന്താകും? ഈ അപകടത്തിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഈ ആയുധം വേണം. ആ ആയുധം എങ്ങനെയുള്ളതായിരിക്കണം? അൽ മുർതകിസതി അലൽ കിതാബി വസുന്ന, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആയുധങ്ങളായിരിക്കണം. അഥവാ യഥാർത്ഥ അഖീദത്തു സഹീഹ എന്ന് പറയുന്നത്. വമാ അലൈഹി സലഫുൽ ഉമ്മ, ഖുർആനും സുന്നത്തും അതുപോലെ തന്നെ ഈ ഉമ്മത്തിന്റെ സലഫുകൾ, സഹാബികളും ഏറ്റവും ഉത്തമരായിട്ടുള്ള തലമുറകളും അവരുണ്ടായിരുന്ന ആ മാർഗം, അവരെന്താണ് വിശ്വസിച്ചത്? ആ വിശ്വാസം. ഫഇന്നഹു ഹരിയുൻ അൻ തജ്രിഫഹു തിൽക തയ്യാറാത്തുൽ മുദില്ല, ആ ഒരു മാർഗം, ആ സലഫുകളുടെ അഖീദ പിൻപറ്റുക എന്നുള്ളതാണ് ഏറ്റവും യോജിച്ചത്, ഹരിയായിട്ടുള്ളത്. എന്തിന്? അൻ തജ്രിഫഹു തിൽക തയ്യാറാത്തുൽ മുദില്ല, ഈ പിഴച്ചുപോയ മാർഗങ്ങളെല്ലാം ഇല്ലാതാക്കാൻ, ഒഴിവാക്കാൻ ഏറ്റവും യോജിച്ചത്. വഹാദാ മിമ്മാ യസ്തദിഉൽ ഇനായത അത്താമത ബിതഅലീമിൽ അഖീദത്തി സ്വഹീഹ ലിഅബ്നാഇൽ മുസ്ലിമീന മിൻ മസാദിഹിൽ അസ്ലിയ. അപ്പോൾ ഇതാണ്, ഈ ഒരു അവസ്ഥയാണ് ഈ മുസ്ലിമീങ്ങൾക്ക്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറകൾക്ക്, കുട്ടികൾക്ക് ഈ സഹീഹായ അഖീദ പഠിപ്പിച്ചു കൊടുക്കാൻ. എന്താണ് നമ്മുടെ വിശ്വാസം?
ഞാൻ എന്താണ് അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കേണ്ടത്, ഞാൻ എന്താണ് അള്ളാഹുവിനോട് വീട്ടേണ്ട കടമകൾ, ഇതിനെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ അടിസ്ഥാനമായിട്ടുള്ള മസ്ദർ ഖുർആന് സുന്നത്ത് അതെങ്ങനെയാണോ സലഫുകൾ മനസ്സിലാക്കിയത് അതിൽ നിന്ന് ഈ കിതാബ് എഴുതിയിട്ടുള്ളത്. ഇതാണ് മുഖദ്ദിമയായിട്ട് സാലിഹ് ഫൗസാൻ കൊടുത്തിട്ടുള്ളത്. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വാലിഹി സ്വഹ്ബിഹി. ഈ കിതാബിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബാബുകളായിക്കൊണ്ട് ഓരോ വിഷയങ്ങൾ കൊടുക്കുകയും ആ ബാബിന് കീഴിൽ ഓരോ ഫസ്ലുകളായിട്ട് അതിന്റെ ശാഖാപരമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് സാലിഹ് ഫൗസാൻ ഹഫിദഹുല്ലാ ഈ കിതാബ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ കിതാബിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കിതാബ് തൗഹീദ് ഉണ്ട്, സലാഹത്തുൽ ഉസൂൽ ഉണ്ട്, ഷുറൂത്തുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, നവാഖിദുൽ ഇസ്ലാം ഉണ്ട്, കശ്ഫു ശുബ്ഹാത്ത് ഉണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ഒരു കിതാബിനകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിൽ ഈ കിതാബിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. അത് ഓരോന്നും അതിന്റെ യോജിച്ച രീതിയിൽ കൃത്യമായ രീതിയിൽ അത് ക്രോഡീകരിച്ച് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒന്നാമത്തെ ബാബ് അൽ ബാബുൽ അവ്വലു മദ്ഖലുൻ ലിദിറാസത്തിൽ അഖീദ. ഈ അഖീദ പഠിക്കുന്നതിന് ഒരു ആമുഖം, ഒരു പ്രവേശനമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. വയതകവ്വനു മിനൽ ഫുസൂലി അത്താലിയ. ഇതിനകത്ത് കൊടുത്തിട്ടുള്ള 3 ഫസ്ലുകളാണ്. അൽ ഫസ്ലുൽ അവ്വൽ മഅനൽ അഖീദ വബയാനു അഹമ്മിയതിഹാ ബിഇഅ്തിബാരിഹാ അസാസൻ യഖൂമു അലൈഹി ബിനാഉദ്ദീൻ. ഒന്നാമത്തേത് അഖീദയുടെ അർത്ഥം എന്താണ്, അഖീദ അതിന്റെ പ്രാധാന്യം, അത് ദീനിന്റെ അടിസ്ഥാനമാണെന്ന നിലക്കുള്ള കാര്യങ്ങൾ. അൽ ഫസ്ലു ത്സാനി രണ്ടാമത്തെ ഫസ്ല് മസാദിറുൽ അഖീദത്തി സഹീഹ, സഹീഹായ അഖീദയുടെ മസ്ദറുകൾ പ്രമാണങ്ങൾ എന്താണ്, വമൻഹജു സലഫ് ഫീ തലഖീഹ അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള സലഫുകളുടെ മൻഹജ് അതും പറയുന്നുണ്ട്. വൽ ഫസ്ലു ത്സാലിസ് മൂന്നാമത്തേത് അൽ ഇൻഹിറാഫു അനിൽ അഖീദത്തി വസുബുലുത് തവഖീഹ്. ഈ അഖീദയിൽ നിന്ന് പിഴച്ചു പോകുന്നത് എന്തൊക്കെയാണ് വഴികേടുകൾ എന്നുള്ളതും ആ വഴികേടിൽ വീഴാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. 3 കാര്യങ്ങൾ. 1 അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, 2 എന്താണ് അതിന്റെ പ്രമാണങ്ങൾ എന്നതിനെക്കുറിച്ച്, 2 അതിലെ വഴികേടുകൾ എന്താണ് എന്നും ആ വഴികേടിൽ അകപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളതുമാണ് 3 ഫസ്ലുകളായി കൊടുത്തിട്ടുള്ളത്. അതിൽ ഓരോന്നും നമുക്ക് വായിക്കാം, അതിന്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. അൽ ഫസ്ലുൽ അവ്വലു ഒന്നാമത്തെ ഫസ്ല് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഫി ബയാനിൽ അഖീദത്തി വബയാനി അഹമ്മിയതിഹാ ബിഇഅ്തിബാരിഹാ അസാസൻ യഖൂമു അലൈഹി ബിനാഉദ്ദീൻ. അഖീദയുടെ പ്രാധാന്യം, അതുപോലെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് അഹ്മിയത്ത്, അതുപോലെ തന്നെ അത് ദീനിന്റെ അടിസ്ഥാനമാണ്, അസാസാണ് എന്ന രീതിയിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിന്റെ അടിസ്ഥാനങ്ങൾ എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത്. അതിൽ സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാ പറയുന്നത് അൽ അഖീദത്തു ലുഗതൻ, അൽ അഖീദ എന്നുള്ളത് ഭാഷാപരമായി പറയുകയാണെങ്കിൽ, അഖീദ എന്നുള്ള വാക്കിന്റെ വിശ്വാസം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. എന്താണ് അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം? മഖൂദത്തും മിനൽ അഖദ്. ആ വാക്കെടുത്തിട്ടുള്ളത് അഖദ് എന്നുള്ള പദത്തിൽ നിന്നാണ്. അഖദ് എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നും ബന്ധിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. അഖദ് എന്ന് പറഞ്ഞാൽ കരാറിന് ഉപയോഗിക്കും, ഒരു കെട്ട്, ഒരു ബന്ധിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അതിനാണ് ഈ വാക്ക് വന്നിട്ടുള്ളത്. വഹുവ റബ്തു ഷൈ, അങ്ങനെ പറഞ്ഞാൽ എന്തിനെങ്കിലും ബന്ധിപ്പിക്കുക എന്നുള്ള അർത്ഥം. വഅതഖദ്തു കദാ, ഒരാൾ പറയുകയാണ് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഅ്തഖദ്തു എന്ന് പറഞ്ഞാൽ അഖദ്തു അലൈഹിൽ ഖൽബ വദ്ദമീറ, അതിന്റെ അർത്ഥം എന്റെ കൽബിനെയും എന്റെ ഉള്ളിനെയും എന്റെ മനസ്സിനെയും എല്ലാം ഞാൻ അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. ആ ബന്ധനം, ആ ഒരു ബന്ധിപ്പിക്കലിനാണ് അഖീദ അല്ലെങ്കിൽ അത് വന്നിട്ടുള്ള അഖദ് എന്ന പദത്തിന്റെ അർത്ഥം. വൽ അഖീദത്തു, അഖീദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാ യദീനു ബിഹിൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മുഴുകുന്ന, അവൻ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന, അവൻ ഏറ്റവും ബന്ധമായി കിടക്കുന്ന കാര്യത്തിനാണ് അഖീദ എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത്. അവൻ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യത്തിനാണ് അഖീദ എന്ന് പറയുന്നത്. യുഖാലു ലഹു അഖീദത്തുൻ ഹസനത്തുൻ, ഒരാളെ പറ്റിയിട്ട് നമ്മൾ പറയണം അവന് നല്ലൊരു അഖീദയുണ്ട്, അവന് നല്ലൊരു അഖീദയുണ്ട് എന്ന് പറഞ്ഞാൽ ഐ സാലിമത്തിൻ മിനശ് ശക്ക്, ഒരു സംശയമില്ലാത്ത, ശക്കിൽ നിന്ന് ഒഴിവായിട്ടുള്ള, രക്ഷപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. അഥവാ അവൻ എന്താണോ ബന്ധിപ്പെടുത്തിയിട്ടുള്ളത്, അവന്റെ ഉള്ളിൽ എന്താണോ ഉറച്ചിട്ടുള്ളത്, അതിൽ ഒരു സംശയമോ അതിലൊരു ശക്കോ ഒന്നുമില്ല എന്നുള്ളത്. വൽ അഖീദത്തു, ഈ അഖീദ എന്നുള്ളത് അമലുൻ ഖൽബിയുൻ, ഖൽബിന്റെ പ്രവർത്തനമാണ്, ഖൽബിന്റെ പ്രവർത്തനമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമലുകൾ പ്രധാനമായിട്ടും 2 രീതിയിലുണ്ട്.
കൽബിന്റെ അമലുകളുമുണ്ട്, ജവാരിഹിന്റെ അമലുകളുമുണ്ട്. അഥവാ കൽബുമായി ബന്ധപ്പെട്ട അമലുകളുമുണ്ട്, ശരീരം കൊണ്ടുള്ള അമലുകളുമുണ്ട്. കൽബുമായി ബന്ധപ്പെട്ട അമലുകളിൽ പെടുന്നതാണ് അള്ളാഹുവിനോടുള്ള ഖൗഫ്, റജാ, ഹുബ്, തവക്കുല്, അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ. ജവാരിഹുമായി അവയവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നിസ്കാരം, തൊവാഫ്, അല്ലെങ്കിൽ ഹജ്ജ്, അതുപോലെയുള്ള കാര്യങ്ങൾ. അത് തന്നെ പിന്നെയും ശാഖാപരമായിട്ട് നാവ് കൊണ്ടുള്ളത് മാത്രമുണ്ട്, സമ്പത്ത് കൊണ്ടുള്ളതുണ്ട്, അങ്ങനെ വേറെ വ്യത്യസ്ത രീതികളുണ്ട്. അപ്പോൾ കൽബിന്റെ അമലിൽപ്പെട്ട കാര്യമാണ് അഖീദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഖീദ എന്ന് പറഞ്ഞാൽ കൽബിന്റെ അമലാണ്. വഹിയ ഈമാനുൽ ഖൽബി ബിശ്ശൈഇ വതസ്ദീഖുഹു ബിഹി. അങ്ങനെ പറഞ്ഞാൽ ഒരു കാര്യത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസവും ഒരു കാര്യത്തിനെ സത്യപ്പെടുത്തുന്നതിനുമാണ് എന്തു പറയുന്നത്, അഖീദ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഖീദ എന്ന പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം ബന്ധിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഇവിടെ ഉദ്ദേശം ഒരാളുടെ കൽബിൽ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യത്തിനാണ് അഖീദ എന്ന് പറയുന്നത്. അവൻ എന്താണോ വിശ്വസിക്കുന്നത്, എന്താണോ സത്യപ്പെടുത്തുന്നത്, അതിനാണ് പറയുന്നത്. വൽ അഖീദതു ശർഅൻ. ഇനി ശർഇൽ ദീനിൽ അഖീദ എന്ന് പറഞ്ഞാൽ ഹിയ അൽ ഈമാനു ബില്ലാഹ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാനാണ്. വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി. അല്ലാഹുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ കിതാബുകൾ, അല്ലാഹുവിന്റെ റസൂലുകൾ, അന്ത്യനാൾ, അതുപോലെ തന്നെ ഖദർ, വിധി നിർണയം, അതിന്റെ ഖൈറും ഷർറും, ഈ കാര്യങ്ങൾക്കാണ് അഖീദ എന്നുള്ളത് ശർഇൽ പറയുന്നത്. അതായത് നമ്മൾ ശർഇൽ ദീനിൽ അഖീദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 കാര്യങ്ങളുള്ള വിശ്വാസമാണ്. വതുസമ്മ ഹാദിഹി അർക്കാനുൽ ഈമാൻ. ഈ കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, അർക്കാനുൽ ഈമാൻ എന്ന് പറയുന്നത്. ഇത് ഓരോന്നിനെയും ഇൻഷാ അല്ലാഹ് ഇത് കിതാബിൽ വിശദീകരിച്ച് വരുന്നുണ്ട്, ഓരോന്നും ഇത് സംബന്ധിച്ച വിശ്വാസ കാര്യങ്ങളല്ല. അപ്പോൾ ശർഇൽ ദീനിൽ അഖീദ എന്ന് പറഞ്ഞാൽ ഈ 6 കാര്യങ്ങൾ വിശ്വസിക്കലാണ്. ഈ 6 കാര്യങ്ങൾ വിശ്വസിക്കലാണ്. വശരീഅത്തു തൻഖസിമു ഖിസ്മൈൻ. ശരീഅത്ത് എന്നുള്ളത് അഥവാ ദീനി നിയമങ്ങൾ എന്നുള്ളത് 2 രീതിയിലായിക്കൊണ്ട് ഖിസ്മ ചെയ്തിട്ടുണ്ട്, വേർതിരിച്ചിട്ടുണ്ട്. ഇഅ്തിഖാദിയാത്തിൻ വ അമലിയാത്തിൻ. ഒന്ന് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, 2 കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ. അത് നമ്മൾ പറഞ്ഞ ഫിഖ്ഹുൽ അക്ബർ എന്നും ഫിഖ്ഹുൽ അസ്ഗർ എല്ലാം എന്ന് പറയുന്നത്. ഒന്ന് വിശ്വാസപരമായിട്ടുള്ള കൽബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, 2 കർമ്മങ്ങളായി ചെയ്യേണ്ട അവയവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമുണ്ട്. ഫലിഇഅ്തിഖാദിയാത്തു. ഇനി വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഹിയല്ലതി ലാ തതഅല്ലഖു ബികൈഫിയത്തിൽ അമൽ. കർമ്മത്തിന്റെ രൂപവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യത്തിനാണ് ഇഅ്തിഖാദിയാത്തുകൾ എന്ന് പറയുന്നത്. അഥവാ ആ ഒരു കർമ്മം ചെയ്യുന്നതിന്റെ രൂപവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾക്കാണ് ഇഅ്തിഖാദിയാത്തുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നിസ്കാരത്തിൽ ഓരോ രൂപം നിൽക്കണം, റുക്കൂഅ്, സുജൂദ് അതെങ്ങനെയായിരിക്കണം, അതിലെന്ത് പറയണം, അതിലെന്ത് ചെയ്യണം, അതിൽ സക്കാത്ത് എത്ര കൊടുക്കണം, എത്ര വരുമ്പോൾ ഇതാക്കണം, എത്ര എത്തുമ്പോഴാണ് കൊടുക്കേണ്ടത്, അതിന്റെ അളവ് എത്രയാണ്, കണക്ക് എത്രയാണ്, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആ കൈഫിയത്തുമായിട്ട് രൂപവുമായി ബന്ധമുണ്ടാവില്ല എന്തിന്, ഇഅ്തിഖാദിയായിട്ടുള്ള കാര്യങ്ങൾക്ക്. മിസ്ലു ഇഅ്തിഖാദ് റുബൂബിയത്തില്ല. ഏതുപോലെ, അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള വിശ്വാസം പോലെ. അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ, സൃഷ്ടിക്കാനും നിയന്ത്രിക്കാനും അധികാരപ്പെടുത്താനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ലഭിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള അള്ളാഹുവിന്റെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട വിശ്വാസം. അതിനെന്തെങ്കിലും കൈഫിയത്തുണ്ടോ? ഇല്ല. അതിങ്ങനെ നിന്നുകൊണ്ട് ചെയ്യണമെന്നുണ്ടോ, ഇങ്ങനെ രൂപത്തിലാവണമെന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ വഉജൂബി ഇബാദതിഹി, അള്ളാഹുവിനെ ആരാധിക്കൽ നിർബന്ധമാണ് എന്നുള്ളത്. വഇഅ്തിഖാദി ബഖിയത്തി അർക്കാനിൽ ഈമാനിൽ മദ്കൂറ, അതുപോലെ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള ഈമാൻ കാര്യങ്ങൾ, അതിലുള്ള വിശ്വാസങ്ങളെല്ലാം. വതുസമ്മ അസ്ലിയതൻ. ഈ ഇഅ്തിഖാദിയാത്തിനെ എന്തും പറയും, അസ്ലിയതൻ എന്നും പറയും, അസ്ലിയായിട്ടുള്ളത് എന്ന് പറയും, അടിസ്ഥാനപരമായിട്ടുള്ളത്. അത് പറയാനുള്ള കാരണം അടുത്തതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. വൽ അമലിയാത്തു, ഇഅ്തിഖാദിയാത്തുകൾ പറഞ്ഞു, രണ്ടാമത്തേത് അമലിയാത്തുകൾ എന്ന് പറഞ്ഞു, കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ. ഹിയ മാ യതഅല്ലഖു ബികൈഫിയത്തിൽ അമൽ, അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്, കർമ്മത്തിന്റെ കൈഫിയത്ത്, രൂപവും കോലവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അമലിയാത്തുകൾ. മിസ്ലു സ്വലാ, ഏതുപോലെ നിസ്കാരം പോലെ, വസ്സക്ക സക്കാത്ത് പോലെ, വസ്സൗം നോമ്പ് പോലെ, വസായിരിൽ അഹ്കാമിൽ അമലിയ, ബാക്കിയുള്ള കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ. വതുസമ്മ ഫർഇയ്യതൻ, ഇതിനെ ഫർഇയ്യത്ത് എന്ന് പറയും, അഥവാ ശാഖാപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയും. വിശ്വാസ കാര്യങ്ങളെ അസ്ലിയത്ത് എന്ന് പറയും, കർമ്മകാര്യങ്ങളെ ഫർഇയ്യത്ത് എന്ന് പറയും. എന്താ കാരണം, ലിഅന്നഹാ തുബ്ന അലാ തിൽക സിഹ്ഹതൻ വഫസാദൻ.
കാരണം ഈ അമലിയാത്തുകൾ നമ്മൾ ചെയ്യുന്ന അവയവങ്ങൾ കൊണ്ടുള്ള കർമ്മങ്ങൾ, നിസ്കാരാവട്ടെ, സക്കാത്തോ, നോമ്പോ, ഹജ്ജോ എന്തോ ആവട്ടെ, അത് സ്വഹീഹാണോ ഫസാദാകുന്നോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അഖദിയാത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ ചെയ്യുന്ന കർമ്മം അത് സ്വഹീഹാണോ ഫസാദാണോ എന്ന നിലയിൽ വേർതിരിക്കുന്നത്. അപ്പൊ എത്ര പ്രാധാന്യമുണ്ട് അഖീദക്ക്? ഒരാളുടെ കർമ്മം, ബാഹ്യമായ ആളുകൾ കാണുന്ന കർമ്മം, അതെത്ര വലുതാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും അത് സ്വഹീഹും ഫസാദുമാണോ എന്ന് തീരുമാനിക്കുന്നത് അവന്റെ ഖൽബ് ബന്ധപ്പെട്ട് കിടക്കുന്ന അഖദിയായിട്ടുള്ള വിശ്വാസകാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് പറയുന്നു, ഫൽഅഖീദത്തു സ്വഹീഹതു ഹിയൽ അസാസുൽ ലദീ യഖൂമു അലൈഹി ദീൻ. അതുകൊണ്ട് തന്നെ സ്വഹീഹായ അഖീദ എന്നുള്ളത് അത് അടിസ്ഥാനമാണ്. അതിന്റെ മേലെയാണ് ദീന് നിലനിൽക്കുന്നത്. വതസിഹു മഅഹുൽ അഅമാൽ, അതുണ്ടെങ്കിലേ കർമ്മങ്ങൾ സ്വഹീഹാവുകയുള്ളൂ. കമാ ഖാല തആല, ഏതുപോലെ അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ കഹ്ഫിലെ 110-ാമത്തെ ആയത്തിൽ, ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, ആരാണോ അവന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, ഫലിയഅമൽ അമലൻ സ്വാലിഹ, അവൻ സൽക്കർമ്മം ചെയ്യട്ടെ, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അവൻ അവന്റെ റബ്ബിന്റെ ഇബാദത്തിൽ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ, ആരെയും പങ്കു ചേർക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ അവന്റെ അമലുൻ സ്വാലിഹ് എന്താവുകയുള്ളൂ, ശരിയാവുകയുള്ളൂ. ആ അമല് സ്വാലിഹ് അങ്ങനെ തന്നെ വേണം. അപ്പോൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മറ്റു ചില ആയത്തുകൾ അതിന് തെളിവായിട്ട് കൊടുക്കുകയാണ്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്തിൽ, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരായത്താണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുള്ളതും താങ്കളുടെ മുമ്പുള്ള നബിമാർക്കെല്ലാം വഹി നൽകപ്പെട്ടുള്ള കാര്യം, ലഇൻ അശ്റക്ത, താങ്കളുടെ ഭാഗത്ത് നിന്ന് ശിർക്ക് സംഭവിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വീട്ടിക്കൊടുക്കേണ്ട ഹക്കിൽ വേറെ ആരെങ്കിലും പങ്കു ചേർത്താൽ, ലയഹ്ബതന്ന അമലുക, നീ ചെയ്ത സൽക്കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. അതാണ് അവിടെ കർമ്മം ശരിയാവണമെങ്കിൽ എന്ത് വേണം? അവിടെ തൗഹീദ് ശരിയാവണം, അഖീദ് ശരിയാവണം. എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരിൽ പെട്ടുപോകും. ഈ ആയത്തിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു തആല ഇത് പറയുന്നത്. മുൻപുള്ള നബിമാരോടെല്ലാം അല്ലാഹു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് തൗഹീദ് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും അഖീദ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും അത് വീണ്ടും വീണ്ടും മനസ്സിലാക്കുക എന്നുള്ളതും അതിൻ്റെ എല്ലാ ശാഖകളെക്കുറിച്ച് അറിയുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം. കാരണം എത്ര കർമ്മങ്ങളുണ്ടെങ്കിലും ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ആ കർമ്മം എന്താകും? അതാ ഈ തൗഹീദിന്റെ ഇല്ലായ്മ അല്ലെങ്കിൽ ശിർക്ക് സംഭവിച്ചു പോയാൽ അതെല്ലാം നിഷ്ഫലമായി പോകും. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വഖാല തആല, മറ്റൊരു തെളിവായിക്കൊണ്ട് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് കൊടുക്കുന്നത് സൂറത്തു സുമറിലെ 2-3 ആയത്തുകളാണ്. ഫഅബ്ദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്, നീ അല്ലാഹുവിനെ ആരാധിക്കുക മുഖ്ലിസൻ ലഹുദ്ദീൻ, ദീനിലെ ഇബാദത്തുകൾ, കർമ്മങ്ങൾ ഇഖ്ലാസോട് കൂടി ആയിക്കൊണ്ടാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. ഇങ്ങനെ ധാരാളം ആയത്തുകൾ ഇതിലുണ്ട്. എന്നിട്ട് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നു, ഫദല്ലത് ഹാദിഹിൽ ആയാത്തുൽ കരീമ വമാ ജാഅ ബിമഅനാഹ വഹുവ കസീറുൻ على أن الأعمال لا تقبل إلا إذا كانت خالصة من الشرك. ഈ ആയത്തുകളും ഇതുപോലെയുള്ള ഖുർആനിൽ വന്നിട്ടുള്ള ധാരാളം ആയത്തുകളും അറിയിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല ഇല്ലാ ഇദാ കാനത് ഖാലിസതൻ മിന ശിർക്ക്, ഷിർക്കിൽ നിന്ന് അത് പൂർണ്ണമായി ഒഴിവായിട്ട് നിഷ്കളങ്കമായിട്ടല്ലാതെ. നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൗഹീദ് ഒരിക്കലും നമ്മൾ പഠിച്ച് അവസാനിക്കുന്നൊരു കാര്യമല്ല. ചിലപ്പോൾ നമ്മളിൽ ചിലർ തൗഹീദിന്റെ അസ്ലിയായ വശമേ അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒന്ന് മുകളിലായിക്കൊണ്ട് വാജിബായ തൗഹീദിനെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ അതിന് മുകളിലുള്ള മുസ്തഹബായ തൗഹീദിൽ ചിലർ എത്തിയിട്ടുണ്ടാകാം, എത്താൻ സാധിക്കാതെ പോയിട്ടുണ്ടാകാം. ആ മുസ്തഹബായ തൗഹീദ് തന്നെ തഹ്ഖീഖ് ചെയ്യുന്നതിൽ പലർക്കും വീഴ്ച പറ്റിയിട്ടുണ്ടാകാം. ആ തഹ്ഖീഖ് ചെയ്യുന്ന തൗഹീദ് തന്നെ തഹ്ഖീഖ് കമാലി തൗഹീദ് ആണ് ഉലമാക്കൾ ഏറ്റവും ഉന്നതമായ അവസ്ഥ പറഞ്ഞത്. കാണാം തഹ്ഖീഖ് കമാലി തൗഹീദ് എന്നുള്ളത്. അതിനെക്കുറിച്ച് ചിലപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ചിലപ്പോൾ കേട്ടിട്ട് തന്നെ ഇല്ലാത്ത ആളുകളായിരിക്കും ഭൂരിഭാഗം സാധാരണക്കാരായിട്ടുള്ള ആളുകളും. അപ്പോൾ തൗഹീദിനെ കുറിച്ചുള്ള പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമുക്കറിയാത്ത എന്തെങ്കിലും കാര്യം അവിടെ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിർക്കിനെ കുറിച്ചുള്ള തൗഹീദ് യഥാർത്ഥത്തിൽ മനസ്സിലായ ആളുകൾ മാത്രമാണ് ഷിർക്കിനെ ഭയപ്പെടുള്ളൂ എന്നാണ്.
അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് റബ്ബു ജുനുബിനി വ ബനിയ അൻ നഅ്ബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന എന്നെയും എൻ്റെ സന്താനങ്ങളെയും നീ അകറ്റണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ശിർക്കിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് ദുആ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചേ കാണാം. അപ്പൊ അത്രയും ഗൗരവത്തിൽ പഠിക്കേണ്ട കാര്യമാണ് തൗഹീദും ശിർക്കും. കാരണം അതിനെ ശിർക്ക് എന്തിനാ പഠിക്കുന്നത്? തൗഹീദിൽ തൗഹീദിൽ ശിർക്ക് സംഭവിക്കാതിരിക്കാൻ, അതിൽ വീഴാതിരിക്കാൻ. ومن ثم كان اهتمام الرسل صلوات الله وسلامه عليهم بإصلاح العقيدة أولا. അതുകൊണ്ട് തന്നെ റസൂലുകൾ, അല്ലാഹു തആല നിയോഗിച്ച റസൂലുകളെല്ലാം ആദ്യം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം അഖീദ ശരിയാക്കുക എന്നുള്ളതാണ്, അഖീദ നന്നാക്കുക എന്നുള്ളതാണ്. فأول ما يدعون أقوامهم إليه عبادة الله وحده. ആദ്യത്തിൽ അവർ ഏതൊരു സമൂഹത്തിലേക്കാണോ നിയോഗിക്കപ്പെട്ടത് ആ സമൂഹത്തെ ആദ്യം തന്നെ അവർ ക്ഷണിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. വതർക്കു ഇബാദത്തി മാ സിവാഹു, അള്ളാഹുവിനൊഴികെയുള്ളവരെ ഇബാദത്ത് ചെയ്യുന്നത് ഒഴിവാക്കണം. അള്ളാഹു അല്ലാതെ മറ്റേതെങ്കിലും ഒരു വ്യക്തിയാവട്ടെ വസ്തു ആവട്ടെ എന്തോ ആവട്ടെ അതിനുള്ള ഇബാദത്തിനെ ഒഴിവാക്കണം. കമാ ഖാല തആല, ഏതുപോലെ അല്ലാഹു തആല പറഞ്ഞു സൂറത്ത് നഹ്ലിലെ 36-ാമത്തെ ആയത്തിൽ, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഏതൊരു സമൂഹത്തിലേക്കും നാം റസൂലിനെ അയച്ചിട്ടുള്ളത്, ആ റസൂലുകൾ പറഞ്ഞിട്ടുണ്ട് അൻ ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഏതൊരു വസ്തുവുണ്ടോ ഏതൊരു വ്യക്തിയുണ്ടോ എന്തോ ആവട്ടെ അതിനെ എല്ലാം ഒഴിവാക്കണം. താഗൂത്ത് എന്നുള്ള പദത്തിന്റെ പൊതുവായുള്ള അർത്ഥം ഉപയോഗിക്കാറുള്ള എന്താണ്? ഇബാദത്തിൽ തജാവുസ് സംഭവിക്കുക, അഥവാ ആ പരിധിയിൽ ഇബാദത്ത് അള്ളാഹു മാത്രം അവകാശപ്പെട്ടത്, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ആർക്ക് കൊടുത്താലും അത് ഏത് നിലക്ക് കൊടുത്താലും അതൊക്കെ താഗൂത്തിന്റെ ഇനത്തിലാണ് ഉൾപ്പെടുക. അപ്പോ ഈ ആയത്ത് എന്താ അറിയിക്കുന്നു? എല്ലാ നബിമാരും അവരുടെ സമൂഹത്തിനോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? തൗഹീദാണ് ആദ്യമായി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ചില ആളുകൾ അവർ ദഅവത്തിന്റെ മാനദണ്ഡങ്ങളിൽ, ദഅവത്ത് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ ആദ്യം തൗഹീദ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ആളുകൾ നിസ്കരിക്കട്ടെ, ആദ്യം നിസ്കാരമല്ലേ ആദ്യം പ്രാധാന്യം, നിസ്കരിക്കട്ടെ. അല്ലെങ്കിൽ ആളുകൾ പട്ടിണിയിലാണ്, അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളിലാണ്, ആളുകൾക്ക് ആ കാര്യങ്ങളൊക്കെ തീരട്ടെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. അല്ലെങ്കിൽ ഈ നാട്ടിൽ ഇസ്ലാമികമായിട്ടുള്ള ഒരു ഭരണമല്ല, അത് വന്നിട്ട് മതി ആളുകൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക, ആദ്യം അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ പല രീതിയിൽ പറയുന്നത് കാണാം. പക്ഷെ നമുക്ക് ദീന് പഠിക്കാൻ അല്ലെങ്കിൽ അതിന്റെ രീതി മനസ്സിലാക്കാനുള്ള മാർഗം എന്താണ്? ഖുർആനും സുന്നത്തുമാണ്. സ്വഹാബികൾ ചെയ്ത് എങ്ങനെയാണെന്നാണ് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഖുർആൻ എവിടെ പരിശോധിച്ചാലും കാണാം. അതുപോലെ തന്നെ സഹാബികളുടെ രീതി നോക്കിയാൽ കാണാം, റസൂലിന്റെ സുന്നത്ത് നോക്കിയാൽ കാണാം. അവരാദ്യം പറഞ്ഞിട്ടുള്ളത് തൗഹീദാണ്, അവരാദ്യം ക്ഷണിച്ചിട്ടുള്ളത് തൗഹീദാണ്. ബാക്കിയുള്ളതൊക്കെ ആവാം, ദീനിന്റെ ഭാഗമാണ്, അല്ല എന്നല്ല, ബാക്കിയുള്ളതൊക്കെ ആവാം. പക്ഷെ അതിന് ഓരോ ഘട്ടങ്ങളും ഓരോ സാഹചര്യങ്ങളും എല്ലാം ഉണ്ട്. ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആദ്യം ക്ഷണിക്കേണ്ടത് അത് തൗഹീദിലേക്ക് തന്നെയാണ്. വകുല്ലു റസൂലിൻ യഖൂലു അവ്വല മാ യുഖാതിബു ഖൗമഹു, ഏതൊരു റസൂലും ആദ്യം അവരുടെ സമൂഹത്തിനോട് പറഞ്ഞിട്ടുള്ള കാര്യം ഉഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. സൂറത്തുൽ അറാഫിലെ 59, 65, 73, 85 ആയത്തുകളൊക്കെ ഈ ആയത്ത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഈ ആയത്ത് ആവർത്തിച്ച് വരാൻ കാരണം എന്താ അറിയോ? ഓരോ നബിമാരെ പറ്റി പറയുമ്പോഴാണ്. നൂഹ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി, സ്വാലിഹ് നബി, ശുഐബ് ഇങ്ങനെ അലൈഹിസ്സലാം, ഈ നബിമാരുടെ കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞതാണ്. അവരൊക്കെ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, നിങ്ങൾക്ക് വേറൊരു ഇലാഹുമില്ല, നിങ്ങളുടെ ആരാധനക്ക് അർഹനായിട്ട് വേറൊരാളും നിങ്ങൾക്കില്ല. ഖാലഹാ നൂഹുൻ വഹൂദുൻ വസ്വാലിഹുൻ വശുഐബുൻ, നബിമാരായിട്ടുള്ള നൂഹ് നബിയും ഹൂദ് നബിയും സ്വാലിഹ് നബിയും ശുഐബ് നബിയും എല്ലാം ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്. വസാഇറുൽ അംബിയാഇ ലിഅഖ്വാമിഹിം, എല്ലാ നബിമാരും അവരുടെ സമൂഹത്തിനോട് ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. അപ്പോൾ ചെറിയൊരു കാര്യമല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ് തൗഹീദ് ആദ്യം അതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. വഖദ് ബഖയ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി നമ്മിലേക്ക് നിയോഗിതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി എന്തായിരുന്നു ദഅവത്തിൽ? ഫി മക്കത ബഅദൽ ബഅസതി 13 ആമൻ, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി നിയോഗിച്ചതിന് ശേഷം 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ താമസിച്ചിട്ടുണ്ട്. 13 വർഷക്കാലം യദ്ഉ നാസ് ഇല തൗഹീദ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എന്താണത്? തൗഹീദിലേക്ക് ക്ഷണിക്കുക. അന്ന് എന്തായിട്ടില്ല, ആദ്യത്തെ 10 വർഷങ്ങളിൽ നിസ്കാരം നിർബന്ധമായിട്ടില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇബാദത്തുകളുടെ കാര്യങ്ങളോ അഹ്കാമുകളോ ഒന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അവിടെ തൗഹീദിലേക്കുള്ള ക്ഷണമായിരുന്നു. ഇസ്ലാഹിൽ അഖീദ, അതിന് ബന്ധപ്പെടുത്തി തന്നെ ബാക്കിയുള്ള വിശ്വാസ കാര്യങ്ങൾ ശരിയാക്കുക,
പരലോകം, സ്വർഗം, നരകം, വിചാരണ, അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളും. ലിയന്നഹൽ അസാസുല്ലദി യഖൂമു അലൈഹി ബിനാഉദ്ദീൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? കാരണം അതിന്റെ മേലെയാണ് ദീൻ നിലനിൽക്കുന്നത്. അതില്ലാതെ ദീൻ നിൽക്കൂല. അതുകൊണ്ടാണ് വഖദ് ഇഹ്തദ ദുആതു വൽ മുസ്ലിഹൂന ഫീ കുല്ലി സമാനി ഹദ്വൽ അംബിയാ വൽ മുർസലീൻ. എല്ലാ കാലത്തും ദാഇമാർ, അള്ളാഹുവിലേക്ക് ക്ഷണിക്ക് ദഅവത്ത് നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ ആളുകളിൽ നന്മ ഉദ്ദേശിക്കുന്ന ആളുകൾ, അവർ ഈ നബിമാരുടെ പാതയാണ് പിൻപറ്റിയിട്ടുള്ളത്. അഥവാ ആദ്യം തൗഹീദ് പറഞ്ഞുകൊണ്ട് ഫകാനു യബ്ദഊന ബിദ്ദഅവതി ഇല തൗഹീദ്, അവർ ദഅവത്ത് ആരംഭിച്ചത് തൗഹീദിലേക്കുള്ള ദഅവത്ത് കൊണ്ടാണ് അവർ ആരംഭിച്ചിട്ടുള്ളത്. വഇസ്ലാഹിൽ അഖീദ, വിശ്വാസം നേരാക്കിക്കൊണ്ട്. ثم يتجهون بعد ذلك, പിന്നെ അതിനുശേഷം ഓരോന്നിലേക്കും ഇലൽ അംരി ബഖിയത്തി അവാമിരുദ്ദീൻ, ദീനിന്റെ മറ്റുള്ള വിധിവിലക്കുകളിലേക്കും കാര്യങ്ങളിലേക്കും അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് അഖീദയുടെ പ്രാധാന്യമായിക്കൊണ്ട് ഒന്നാമത്തെ ഫസ്ലിൽ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഖീദ അത്രയും പ്രാധാന്യമുള്ള നബിമാരുടെ രീതി തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ്, അഖീദ പഠിപ്പിച്ചുകൊണ്ടാണ്, അതിന്റെ മേലെയാണ് കർമ്മങ്ങൾ ശരിയാവുകയുള്ളൂ. അൽ ഫസ്ലു الثاني, രണ്ടാമത്തെ ഫസ്ല് ഫി ബയാനി മസാദിരിൽ അഖീദ വമൻഹജി സലഫി ഫി തലഖീഹാ. ഇനി ഈ അഖീദ പഠിക്കുന്നതിൽ നമ്മൾ എവിടുന്നാണ് ഈ അഖീദ പഠിക്കേണ്ടത്, എങ്ങനെയാണ് സലഫുസ് സാലിഹ്കൾ അത് പഠിച്ചിട്ടുള്ളത്, അത് സ്വീകരിച്ചിട്ടുള്ളത്, എന്തായിരുന്നു അവരുടെ രീതി? അതാണ് ദീനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരാൾക്കും തോന്നിയതുപോലെ പറയാനോ തോന്നിയതുപോലെ ചെയ്യാനോ ഒന്നും സാധിക്കൂല. ദീനിന് ചില പ്രമാണങ്ങളുണ്ട്. പല ആളുകളുടെയും ധാരണ അതങ്ങനെയുണ്ട്, ഇതിങ്ങനെയുണ്ട്, ഇന്ന ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നതുണ്ട്, അതൊക്കെ തെളിവായി എന്ന നിലക്ക് ചില ആളുകൾ തിരിച്ചു പോകാറുണ്ട്. ഉലമാക്കൾ അവർ ഇജ്തിഹാദ് ചെയ്യുന്ന മസ്അലകൾ അല്ലെങ്കിൽ ചില മസ്അലകളിലെ ഇജ്തിഹാദുകൾ അതൊക്കെ പരിഗണിക്കണം. അത് പരിഗണിക്കേണ്ട ബാധ്യതയുണ്ട്. അതോ തെളിവിലേക്ക് മടങ്ങുന്ന അവരുടെ ഇജ്തിഹാദുകളെ മനസ്സിലാക്കേണ്ട രീതിയൊക്കെ ഉണ്ട്. പക്ഷെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തോന്നിയതുപോലെ പഠിപ്പിക്കുന്ന ആളുകളെ കാണാം. അല്ലെങ്കിൽ ഇന്ന പോലെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെയാണ് ചെയ്യേണ്ടത്, ഈ ആയത്ത് ഇത്ര തവണ ഓതിയാൽ ഇന്നതുണ്ടാകും, അല്ലെങ്കിൽ ഈ ദിക്ർ ഇന്ന തവണ ഓതിയാൽ ഇന്നതുണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, അങ്ങനെ പഠിപ്പിക്കുന്ന ധാരാളം ആളുകൾ കാണാം. ഇവിടെ മനസ്സിലാക്കേണ്ടത് ദീനിനൊരു പ്രമാണമുണ്ട്, ദീന് മനസ്സിലാക്കാൻ ഒരു രീതിയുണ്ട്, ഒരു രീതിശാസ്ത്രമുണ്ട്. അപ്പൊ അഖീദ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അഖീദ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അഖീദ പഠിക്കേണ്ടത്? ഫിഖ് പഠിക്കാനൊരു രീതിയുണ്ട്. കാരണം ഫിഖ് പഠിക്കുന്ന രീതിയുണ്ട്. കാരണം ആ ഫിഖിന്റെ ഒരു മസല അത് എടുക്കുമ്പോൾ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, ചർച്ച വരും, ഖിലാഫുകൾ വരും, അവരുടെ ഇജ്തിഹാദുകൾ ഉണ്ടാകും, അവരെടുക്കുന്ന തെളിവുകളുടെ വ്യത്യസ്ത രീതികൾ ഉണ്ടാകും. ഫിഖ് പഠിക്കേണ്ട ഒരു രീതിശാസ്ത്രമുണ്ട്. അപ്പൊ അഖീദ പഠിക്കേണ്ട രീതിശാസ്ത്രമാണ് പറയുന്നത്. അൽ അഖീദത്തു തൗഖീഫിയത്തുൻ, അഖീദ എന്നത് തൗഖീഫിയത്താണ്. തൗഖീഫിയ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ദീനിൽ ഇസ്തിലാഹിയായിട്ട് ഉപയോഗിക്കുന്നത് ഒരു കാര്യം മാ ഖാലല്ലാഹ് വമാ ഖാല റസൂലുള്ളാഹ് എന്നതിൽ നിന്നിരിക്കണം, അതിനപ്പുറത്തേക്ക് ഒന്നിലേക്ക് പോകില്ല. അള്ളാഹു എന്താണോ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത്, ഖുർആനിൽ എന്താണോ വന്നിട്ടുള്ളത്, ഹദീസിൽ എന്താണോ വന്നിട്ടുള്ളത്, അങ്ങനെ നിൽക്കുന്ന കാര്യമാണ് അഖീദ എന്നുള്ളത്. ഇവിടെയാണ് ഫിഖിന്റെ പഠന രീതി നമ്മൾ പറഞ്ഞത്. ഫിഖിന്റെ പഠന രീതിയിൽ ചിലപ്പോൾ സഹാബികളുടെ ചില ഇജ്തിഹാദുകൾ, റഈകൾ അതൊക്കെ പരിഗണിക്കേണ്ടി വരുന്ന അവസ്ഥകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. കാരണം അത് മനസ്സിലാക്കുന്നിടത്തും ആ കർമ്മം ചെയ്യുന്നിടത്തും അതിന്റെ ചില രീതിശാസ്ത്രമുണ്ട്. പക്ഷെ അഖീദയുടെ വിഷയത്തിൽ അത് തൗഖീഫിയാണ്, അഥവാ മാ ഖാലല്ലാഹു വമാ ഖാല റസൂലുള്ളാഹ് എന്നതിൽ നിൽക്കുന്ന കാര്യമാണ്. പറയുകയാണ് ഫലാ തസ്ബുതു ഇല്ലാ ബിദലീലിൻ മിനശ് ശാരി', അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഖുർആനിലും സുന്നത്തിൽ നിന്നുള്ള ഈ ശർഅ് പഠിപ്പിച്ചിട്ടുള്ള അസ്ലിയായിട്ടുള്ള ശാരി എന്ന് പറയുക അള്ളാഹുവിലേക്കാണ്. പക്ഷെ അത് പഠിപ്പിക്കുന്നു എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ശാരി എന്നുള്ള പദത്തിൽ ഉപയോഗിക്കാറുണ്ട്, അത് പഠിപ്പിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക്. അവരിൽ നിന്നുള്ള തെളിവ് കൊണ്ടല്ലാതെ അഖീദ സ്ഥിരപ്പെടില്ല. വലാ മസ്റഹ ഫീഹാ ലിർറഇ വൽ ഇജ്തിഹാദ്, ഒരാളുടെ അഭിപ്രായത്തിനോ ഒരാൾ ഇജ്തിഹാദ് ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചതിനോ യാതൊരു സാധ്യതയോ അല്ലെങ്കിൽ യാതൊരു ചാൻസോ അല്ലെങ്കിൽ പരിഗണനയോ അവിടെ ഇല്ല. വമിൻ സമ്മ ഫഇന്ന മസാദിറഹ മഖ്സൂറത്തുൻ അലാ മാ ജാഅ ഫിൽ കിതാബി വസ്സുന്ന, അതായത് കിതാബ് കൊണ്ടും സുന്നത്ത് കൊണ്ടും അതിലേക്ക് ഒതുങ്ങി നിൽക്കേണ്ട, അതിലേക്ക് ചുരുങ്ങി നിൽക്കേണ്ട കാര്യമാണ് അഖീദ. ലിഅന്നഹു ലാ അഹദ അഅലമു ബില്ലാഹ്, കാരണം ഒരാളുമില്ല അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവനായിക്കൊണ്ട് വമാ യജിബു ലഹു, എന്താണ് അള്ളാഹുവിനേക്ക് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ട ഹക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്, എന്താണ് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിർബന്ധമായിട്ടുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ച് എന്നുള്ളതിനെ കുറിച്ച് അറിവുള്ള വമാ യുനസ്സഹു അൻഹു മിനല്ലാഹ് വലാ അഹദ ബഅദല്ലാഹ്, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ
പരിശുദ്ധപ്പെടുത്താൻ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുള്ളവനായിട്ട് ആരുമില്ല അള്ളാഹു അല്ലാതെ. അഥവാ അള്ളാഹുവിനേക്കാൾ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരാളും തന്നെ ഇല്ല. അപ്പൊ അള്ളാഹുവിനെ പറ്റി ആര് പറഞ്ഞു തരണം? അള്ളാഹു പറഞ്ഞു തരണം. എന്താണ് വിശ്വസിക്കേണ്ടത് പറഞ്ഞു തരണം ആ കാര്യങ്ങൾ. അള്ളാഹുവിന് ശേഷം അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളവനായിട്ട് ആരുമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരാൾ, അപ്പോൾ സഹാബി ആവട്ടെ, ഇന്നത് ഒരു അള്ളാഹുവിൻ്റെ ഒരു നാമം, ഇന്ന നാമം അള്ളാഹുവിന് പറ്റിയതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെന്തെങ്കിലും കാര്യം, അത് ആരുടെയും അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കാറില്ല. അതിന് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട ദലീലുകൾ വേണം. അതിനെ വിശദീകരിക്കുന്നിടത്ത് ചില രീതികൾ ഉണ്ടാകും. പക്ഷേ പുതിയ ഒരു കാര്യമായിക്കൊണ്ട് ഒരു കാര്യവും ഒരു റഅയോ ഇജ്തിഹാദിനോ ഒരു സ്ഥാനവുമില്ല. ولهذا كان منهج السلف الصالح ومن تبعهم في تلقي العقيدة مقصورا على الكتاب والسنة. അതുകൊണ്ട് തന്നെ സലഫ് സാലിഹ്യങ്ങളുടെ രീതി, സലഫ് സാലിഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളും ആ സഹാബികളിൽ നിന്ന് ദീന് പഠിച്ച സഹാബികളെ ശിഷ്യന്മാരായി വന്ന താബിഈങ്ങളും അവരിൽ നിന്ന് ദീന് പഠിച്ച തബഉ താബിഈങ്ങളും അങ്ങനെ തുടർന്ന് വരുന്ന ആ ആദ്യത്തെ ഉത്തമ സമൂഹങ്ങൾക്കാണ് എന്ത് പറയുന്നത്? അസ്സലഫു സാലിഹ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ രീതി അഖീദ പഠിക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും കൊണ്ട് മാത്രമാണ്. അതല്ലാതെ ഒരു ഗവേഷണം നടത്തിക്കൊണ്ടോ വേറെ ഏതെങ്കിലും രീതിയിലായിക്കൊണ്ടോ അവർ അഖീദ പഠിച്ചിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കണം, അഖീദ പഠിക്കേണ്ട മാനദണ്ഡം എങ്ങനെയാണ്? ശരിക്ക് ദീന് പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദീന് പഠിക്കേണ്ടത് ഒരു ബോധം വേണം. ഞാൻ എങ്ങനെയാണ് എൻ്റെ ദീന് പഠിക്കേണ്ടത്? നമുക്ക് ഏറ്റവും വിലപ്പെട്ട കാര്യം നമ്മുടെ ദീനല്ലേ. നമ്മൾ പലപ്പോഴും ഞാൻ ഒരു ഉദാഹരണമായി പറയാറുണ്ട്, ചില ആളുകൾക്ക് ദീന് പഠിക്കാനോ അറിയാനോ ഒരു താല്പര്യവും ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ പല ആളുകളും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ നാളെ നമുക്ക് ലഭിക്കും എന്ന് ഉറപ്പില്ലാത്ത ഒരു ചെറിയ സാധനം, ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു വസ്തു വാങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു പച്ചക്കറി വാങ്ങുകയാണ്. നമ്മൾ ആ പച്ചക്കറി തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ നോക്കും? ഇത് കേടുവന്നിട്ടുണ്ടോ, ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതിന്റെ നിറം മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഉപയോഗത്തിന് ഇത് ഏതാ നല്ലത്, അല്ലെങ്കിൽ ഇതിൽ ഏതാ നല്ല ലാഭം, എനിക്ക് നേട്ടം ഉണ്ടാകുന്നത്, നമ്മൾ എല്ലാം പരിശോധിക്കും. എന്നാൽ അത് നാളെ നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് കൂടി ഉറപ്പില്ല. അതിനും നമ്മൾ മരണപ്പെട്ടു പോയേക്കാം. പക്ഷേ നമുക്ക് നാളെ പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ദീനിന്റെ അടിസ്ഥാന വിശ്വാസവും കർമ്മങ്ങളും അതുപോലെ ദീനിയായിട്ടുള്ള ശർഈയായ ഇൽമ് അത് പഠിക്കാൻ എങ്ങനെയാണ് ഏറ്റവും ശരിയായത് ഏതാണ്, ഏറ്റവും നല്ലത് ഏതാണെന്ന് പരിശോധിക്കുന്നില്ല എങ്കിൽ, ചിന്തിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ഗൗരവത്തിൽ ഓരോ കാര്യവും മനസ്സിലാക്കണം. അതിൽ അഖീദ പഠിക്കുന്ന സലഫുകളുടെ രീതിയാണ് പറഞ്ഞത്. ഖുർആനും സുന്നത്തും കൊണ്ടാണ് അവർ പഠിച്ചിട്ടുള്ളത്. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, ഫമാ ദല്ല അലൈഹിൽ കിതാബു വസ്സുന്ന ഫീ ഹഖ്ഖില്ലാഹി തആല ആമനൂ ബിഹി വഅതഖദു വഅമിലൂ ബിഹി. എന്താണോ ഖുർആനും സുന്നത്തും അള്ളാഹുവിന്റെ ഹക്കുകളായിട്ട് അറിയിച്ചിട്ടുള്ളത്, അഥവാ അള്ളാഹുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിന് വീട്ടിൽ കൊടുക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ എന്താണോ അറിയിച്ചിട്ടുള്ളത് അതിൽ അവർ വിശ്വസിച്ചിട്ടുണ്ട്. സലഫു സ്വാലിഹ്യങ്ങൾ അവർ വിശ്വസിച്ചു, അവരുടെ കൽബിൽ അത് ഉറപ്പിച്ചു, അതനുസരിച്ച് അവർ കർമ്മം ചെയ്തു. വമാ ലം യദുല്ല അലൈഹി കിതാബുല്ലാഹി വലാ സുന്നത്തു റസൂലിഹി. ഖുർആനും സുന്നത്തും അറിയിക്കാത്ത കാര്യങ്ങൾ നഫൗഹു അനില്ലാഹി തആല, അവർ അള്ളാഹുവിനെ തൊട്ട് അത് ഒഴിവാക്കുകയും ചെയ്തു. അഥവാ ഖുർആനിലും സുന്നത്തിലും അള്ളാഹുവിനെ സംബന്ധിച്ച് ഇന്നൊരു കാര്യം വന്നിട്ടില്ല എങ്കിൽ അത് ആര് പറഞ്ഞാലും എന്തില്ല, അത് സ്വീകരിക്കൂല, അത് നിഷേധിക്കും, അതില്ല, അത് ഒഴിവാക്കും. റഫദു, അത് അവർ ഒഴിവാക്കും. അതിനൊരു കാര്യം അവർക്കില്ല, അവരത് ഒഴിവാക്കിയിരിക്കും. എന്ത് വേണം? ഖുർആനും സുന്നത്തിലും ആ കാര്യം വേണം. വലിഹാദാ ലം യഹ്സുൽ ബൈനഹും ഇഖ്തിലാഫുൻ ഫിൽ ഇഅ്തിഖാദ്. അതുകൊണ്ടാണ് സലഫുകൾക്കിടയിൽ അഖീദ വിഷയങ്ങളിൽ ഖിലാഫില്ലാതെ പോയത്, അഖീദയുടെ അടിസ്ഥാനപരമായുള്ള കാര്യങ്ങളിൽ ഖിലാഫില്ലാതായി പോയത്. അഥവാ അള്ളാഹുവിലെ വിശ്വാസത്തിലാവട്ടെ, പരലോകത്തെ കാര്യങ്ങളുടെ വിശ്വാസത്തിലാവട്ടെ, ഹൗദിലുള്ള വിശ്വാസത്തിലാവട്ടെ, മീസാനിലെ വിശ്വാസത്തിലാവട്ടെ, ചിലപ്പോൾ ചർച്ചകളുണ്ട്. ഏത് നിലക്ക് ഹൗദ് എത്ര എണ്ണമുണ്ട്, ഓരോ നബിക്കും ഓരോന്നുണ്ടോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണോ ഉള്ളത്, ഹൗദ് സിറാത്തിന്റെ ആദ്യമാണോ അതോ ശേഷമാണോ, 2 ഹൗദുണ്ടോ, മീസാൻ ഓരോ വ്യക്തികൾക്കും മീസാനാണോ, അല്ലെങ്കിൽ മീസാനിൽ എന്തൊക്കെയാണ് തൂക്കപ്പെടുന്നത്, മീസാനിന്റെ ത്രാസുകൾ അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശാഖാപരമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹൗദ് ഉണ്ടോ ഇല്ലേ, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. അതിൽ മീസാൻ ഉണ്ടോ ഇല്ലേ, അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ അഖീദ കാര്യങ്ങളിൽ അവരുടെ ഇടയിൽ സലഫുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ നോക്കി നോക്കി ഇമാമിങ്ങളെ, മദ്ഹബിന്റെ ഇമാമിങ്ങളെ എടുത്തു നോക്കുക, അവർക്കിടയിൽ ഫിഖ്ഹിന്റെ മസായിലുകളിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്.
അതുപോലെ തന്നെ പല ഫിഖിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കറിയാം. പക്ഷെ അവരുടെ എല്ലാം അഖീദ ഒന്ന് തന്നെയായിരുന്നു. ഒരിക്കലും അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവർ അടിസ്ഥാനത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ട് ഇല്ല. അവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടില്ല. ബൽ കാനത് അഖീദത്തുഹും വാഹിദതൻ, അവരുടെ വിശ്വാസം ഒന്നായിരുന്നു. വകാനത് ജമാഅത്തുഹും വാഹിദതൻ, അവരുടെ ജമാഅത്ത് ഒന്നായിരുന്നു അഖീദയുടെ അടിസ്ഥാനത്തിൽ. لأن الله تكفل لمن تمسك بكتابه وسنة رسوله باجتماع الكلمة. കാരണം അള്ളാഹു ഖുർആനിനോടും സുന്നത്തിനോടും മുറുകെ പിടിക്കുന്ന അതുകൊണ്ടുള്ള ജമാഅത്തിലേക്ക് മുറുകെ പിടിച്ചു നിൽക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും സംരക്ഷിക്കും. അവർക്ക് അള്ളാഹുവിന്റെ ഒരു സംരക്ഷണം ഉണ്ടാകും. വസ്സവാബി ഫിൽ മുഅ്തഖദി വഇത്തിഹാദിൽ മൻഹജ്, അതുപോലെ തന്നെ വിശ്വാസത്തിൽ ശരിയായത് സ്വീകരിക്കുന്നിടത്തും ഈ മൻഹജിനെ അതിൽ യോജിച്ച് നിൽക്കുന്നതിലും, അഥവാ ഈ എങ്ങനെയാണ് ദീന് പഠിക്കേണ്ടത് എന്നതിൽ യോജിച്ച് നിൽക്കുന്നതിലും. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഇഅ്തസമൂ ബിഹബ്ലില്ലാഹി ജമീഅ ഇഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ. സൂറത്ത് ആലി ഇംറാനിലെ 103 അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. വഖാല തആല ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യضل വലാ യഷ്ഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞതാണ്, എന്നിൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നെത്തിയാൽ അതിനെ പിൻപറ്റുന്നവർക്ക് ഒരു വഴികേടുണ്ടാവില്ല, അവർ പഴിച്ചു പോകുകയില്ല. അതായത് ഖുർആനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ചാൽ അവർക്ക് എന്തില്ല, വഴികേടുണ്ടാവില്ല, അവർക്ക് ഭിന്നത ഉണ്ടാകില്ല. അവരുടെ ഇടയിൽ ഈ ഏകോപനം അവർ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു മൻഹജ്, ഇങ്ങനെയാണ് ദീന് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു ബോധം ആളുകൾക്കുണ്ടാകണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കണം. അങ്ങനെയാണ് ദീന് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. അതല്ലാത്ത രീതിയിൽ ദീന് മനസ്സിലാക്കുന്നത് കൊണ്ടും വ്യക്തികൾ അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പറയുന്നുണ്ട്, എന്താണ് ഈ പഴച്ച വിശ്വാസങ്ങൾ ഉണ്ടാവാനുള്ള കാരണം, ഈ നിലക്ക് സംഭവിച്ചു പോയിട്ടുള്ളത്. വലിദാലിക, ഈ ഒരു ഫസ്ൽ നമുക്ക് അവസാനിപ്പിക്കാം. വലിദാലിക സുമ്മു ബിൽ ഫിർഖത്തിൻ നാജിയ, അതുകൊണ്ടാണ് ഈ കൂട്ടരെ, ഇങ്ങനെ ദീന് സ്വീകരിച്ചിട്ടുള്ള ആളുകളെ, ഖുർആനും സുന്നത്തും പ്രമാണമായിക്കൊണ്ട് സലഫുകൾ പഠിച്ചതുപോലെ ദീനെ പഠിക്കുന്ന ആളുകളെ ഫിർഖത്തുൻ നാജിയ എന്ന് പേരുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹിദ ലഹും ബിൻ നജാത്ത്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കൂട്ടർക്ക് വിജയമുണ്ട്, രക്ഷയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷ്യം ചെയ്തിട്ടുണ്ട്. ഹീന അഖ്ബറഹു ബിഫ്തിറാഖിൽ ഉമ്മത്തി ഇല 73 ഫിർഖത്തൻ, നമ്മൾ അറിയപ്പെട്ടിട്ടുള്ള കേട്ട് പരിചയിച്ചിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഉമ്മത്ത് ഭിന്നിച്ചു പോകുന്ന അവസ്ഥയിൽ 73 വിഭാഗമായിട്ട് ഭിന്നിക്കുമെന്നും, കുല്ലുഹാ ഫിന്നാരി ഇല്ലാ വാഹിദത്തൻ, അതിലെല്ലാവരും നരകത്തിലേക്ക് പ്രവേശിക്കാൻ അർഹമാകുന്ന കാര്യങ്ങളിൽ വീണുപോകുന്നവരാണ്, നരകം ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളിൽ വീണുപോകുന്നവരാണ്. നരകത്തിൽ ശാശ്വതരാണ് എന്നുള്ള അർത്ഥത്തിലല്ല, നരകം ലഭിക്കാൻ കാരണമാകുന്നതിലാണ്. ഇല്ലാ വാഹിദത്തൻ, ഒരു കൂട്ടരൊഴികെ. വലമ്മാ സുഇല അൻ ഹാദിഹിൽ വാഹിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, ആരാണ് ഇക്കൂട്ടർ, ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇമാം തിർമിദി എല്ലാം ഉദ്ധരിച്ചിട്ട് ഹദീസിൽ കാണാം, ഖാല ഹിയ മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി അൽയൗമ വസ്ഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? ഹിയ മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി അൽയൗമ വസ്ഹാബി, ഞാൻ ഏതൊന്നിലാണോ എന്റെ സഹാബികൾ ഏതൊന്നിലാണോ അതിലായിക്കൊണ്ട് നിലനിൽക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി, ദീൻ എന്തൊരു എളുപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഏതൊരു വിശ്വാസത്തിലും കർമ്മത്തിലും അതുപോലെ തന്നെ സുലൂക്കിലും അല്ലെങ്കിൽ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്, എന്റെ സഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ എന്ന് മാത്രമല്ല പറഞ്ഞത്, എന്റെ സഹാബികൾ ഏതൊന്നിലാണോ. അപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ അതെങ്ങനെ മനസ്സിലാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ അത് അങ്ങനെ ചെയ്തു, ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അങ്ങനെയുള്ളവരാണ് സ്വർഗം ലഭിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വഖദ് വഖഅ മിസ്ദാഖു മാ അഖ്ബറ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പറഞ്ഞതിനെ സത്യപ്പെടുത്തുന്ന അതിന്റെ അടിസ്ഥാനമായി മാറിയിട്ടുള്ള കാര്യമാണ്. ഫഇൻദമാ ബനാ ബഅഉൻ നാസി അഖീദതഹും അലാ ഗൈറിൽ കിതാബി വസ്സുന്ന മിൻ ഇൽമിൽ കലാം, അത് ആ കാര്യത്തെ സത്യപ്പെടുത്തുന്ന രീതിയിലാണ് പിന്നീട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. എന്താണ്? ചില ആളുകൾ അവരുടെ വിശ്വാസത്തെ അവർ എടുത്തത് അല്ലെങ്കിൽ അവർ പഠിച്ചത് മനസ്സിലാക്കിയത് ഖുർആന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഇൽമുൽ കലാം, വചനശാസ്ത്രം. അഥവാ ഒരു വാക്ക്, ആ വാക്കിന്റെ ആശയം എങ്ങനെയൊക്കെ വരാം, ഇങ്ങനെ വരാം, അങ്ങനെ വരാം എന്നുള്ള നിലക്ക്
വചനശാസ്ത്രത്തിന്റെ, ഫൽസഫയുടെ, ഫിലോസഫിയുടെയും തത്വങ്ങളുടെയും ഭാഷാപരമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ മുഴുകിക്കൊണ്ട് ആ രീതിയിൽ പഠിക്കുന്നത്. വഖവാഇദിൽ മന്തിഖ്, മന്തിഖ് എന്ന് പറഞ്ഞാൽ തർക്കശാസ്ത്രം, അറബി ഭാഷയിലെ ഒരു ഫന്നാണ്. അഥവാ പിന്നെ ഉലമാക്കൾ പ്രോത്സാഹിപ്പിക്കാത്ത, സലഫുകൾ അല്ലെങ്കിൽ സലഫി ഉലമാക്കൾ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ഫന്നാണ്. അഥവാ ഒരു കാര്യത്തിനെ ബുദ്ധിപരമായ കാര്യങ്ങൾ വെച്ച് ആലോചിച്ച് പഠിക്കുന്ന ഒരു രീതി. അൽ-മൗറൂസൈൻ അൻ ഫലാസിഫത്തിൽ യൂനാനി, ഈ രണ്ട് കാര്യങ്ങളും വന്നിട്ടുള്ളത് ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ നിന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനും സുന്നത്തിൽ നിന്ന് ദീന് പഠിപ്പിച്ചു കഴിഞ്ഞ് സഹാബികൾ അങ്ങനെ പഠിച്ച്, സലഫു സാലിഹ് അങ്ങനെ പഠിച്ച്, പിന്നീട് 3, 4, 5 തലമുറകളായപ്പോഴേക്ക് ധാരാളം ഈ ഗ്രീക്ക് പ്രത്യേകിച്ച് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഗ്രീക്ക് ഭാഗത്തൊക്കെ വളരെയധികം ചിന്തകന്മാരും ഫൽസഫ പഠിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുള്ള ഒരു കാലമായിരുന്നു. അവരുടെ പല കിതാബുകളും അറബി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും അത് മുസ്ലിമീങ്ങൾക്കിടയിൽ, സാധാരണക്കിടയിൽ എത്തിപ്പെടുകയും ചെയ്തു. ഈ ഫൽസഫയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മന്തിഖിന്റെയോ ഇൽമുൽ കലാമിന്റെയോ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ഒന്ന് ഭാഷാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും. അതിൽ മുഴുകിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ അത് സ്വാധീനിക്കും. ഒരു കാര്യത്തെ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതിനെ അത് സ്വാധീനിക്കും. ഈ കാര്യം അതിന് ചില കായികകളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളി ദർസുകളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പല സ്ഥാപനങ്ങളിലും, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സമസ്ത, തബ്ലീഗ്, അതുപോലെ അശ്ശരിയത്ത് പഠിപ്പിക്കുന്ന പല ആളുകളെ സ്ഥാപനങ്ങളിലും അവർ അഖീദ പഠിപ്പിക്കുമ്പോൾ ആദ്യം അവർ മന്തിഖ പഠിപ്പിക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മന്തിഖിന്റെ കായികകളിൽ ഉണ്ടാവും, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ പറ്റുള്ളൂ, ഇങ്ങനെ ഒരു കാര്യം വന്നാൽ ഇങ്ങനെ പറ്റുള്ളൂ, അത് അവരാദ്യം പഠിക്കുക. പിന്നെ അതിന്റെ മേലെ വിശ്വാസം പഠിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ ഈ കാര്യം ഉണ്ടെങ്കിൽ ഈ കാര്യം സംഭവിക്കാൻ പാടുള്ളൂ, ഈ കാര്യമില്ലെങ്കിൽ ഈ കാര്യം സംഭവിക്കാൻ പാടില്ല. അങ്ങനെ ചില അടിസ്ഥാനങ്ങൾ അവർ പഠിക്കും. അങ്ങനെ ചില അടിസ്ഥാനങ്ങൾ പഠിക്കും. പിന്നെ അതിനുശേഷം അവർക്ക് ഖുർആനും സുന്നത്തിനും എളുപ്പത്തിൽ കിട്ടുന്ന ഈ ദീൻ അവർക്ക് മതിയാവില്ല. അവർക്ക് കുറേ ചിന്തിക്കേണ്ടി വരും. ഇതിങ്ങനെ പോരല്ലോ, അത് അങ്ങനെ പോരല്ലോ എന്ന നിലക്ക് അവർ പഴച്ചു പോകും. ഇത് ഫൽസഫയാണ് ഇതിന്റെ അടിസ്ഥാനം. ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഹസലൽ ഇൻഹിറാഫ് വത്തഫറുഖ് ഫിൽ ഇഅ്തിഖാദ്, അത് വന്നതോടുകൂടി ആളുകളുടെ വിശ്വാസത്തിൽ പല പിഴവുകളും അതുപോലെ തന്നെ ഭിന്നിപ്പുകളും ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ പിഴച്ചു പോകുന്ന പല വാദങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. അതായത് ഇപ്പോൾ നമ്മൾ ഇബ്നുൽ ജൗസി റഹിമഹുല്ലയുടെ തൽബീസ് ഇബ്ലീസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം ഈ 72 കക്ഷികളെ പറ്റി പേരെഴുതി പറയുന്നുണ്ട്. ഈ 72 കക്ഷികൾ, അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള 4 കക്ഷികൾ, അതിൽ നിന്ന് വന്നിട്ടുള്ള 72 കക്ഷികൾ, അത് ഓരോന്നിന്റെ പേരും ആ പേരിൽ എന്തുകൊണ്ടാണ് അവരുടെ വിശ്വാസം എന്നുള്ളത്. അതിൽ ചില പിഴച്ച ആളുകൾ അവർ അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ വേണം, അള്ളാഹു ഒരു പ്രകാശമാണെങ്കിൽ അത് ഈ രൂപത്തിലായിരിക്കണം, അള്ളാഹു ഒരു കണ്ണാടി പോലെയാണ്, അള്ളാഹു ഒരു വജ്രത്തിന്റെ കഷ്ണം പോലെയാണ്, ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന പഴച്ച ആളുകൾ ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്ത് കാണാം. ബില്ലാഹ്, അത് വളരെ അപകടമാണ്. വളരെ എളുപ്പമാണ് ദീന്. ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കൽ വളരെ എളുപ്പമാണ്. പക്ഷേ ഇങ്ങനെ ഭിന്നിപ്പും പലതരത്തിലുള്ള വിശ്വാസങ്ങളും പഴച്ച വാദങ്ങളൊക്കെ ഉണ്ടായി. മിമ്മ നതജ അൻഹു ഇഖ്തിലാഫുൽ കലിമ വതഫറഖുൽ ജമാഅ വതസദ്ദുഉ ബിനാഇൽ മുജ്തമഇൽ ഇസ്ലാമി. ഇതിന്റെ അനന്തരഫലമായിട്ട് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ കലിമത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏകോപിക്കേണ്ടതിന് പകരം ആളുകൾ ഛിന്ന ഭിന്നമായി പോയി. മുസ്ലിമീങ്ങളുടെ ഒരു ജമാഅത്തായി ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന് പകരം അവർ വ്യത്യസ്ത കക്ഷികളായി തീർന്നു. ഒരു മുസ്ലിം സമൂഹം, ഇസ്ലാമിന്റെ പേരിലുള്ള ഒരു സമൂഹം ഉണ്ടാകുന്നതിന് പകരം വ്യത്യസ്ത കക്ഷികളും വിഭാഗങ്ങളുമായിട്ട് അവർ മാറിപ്പോയി എന്നുള്ളതാണ് അതിന്റെ അനന്തരഫലമായിട്ട് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പറഞ്ഞ 2 ഫസ്ലുകളിൽ പറഞ്ഞ കാര്യം, ഒന്ന് അഖീദ അടിസ്ഥാനമാണ് എന്നുള്ളതിനെ കുറിച്ചും അതിനുള്ള തെളിവുകളും നബിമാർ ആദ്യമായി ദഅവത്ത് ചെയ്ത അതാണെന്നുള്ളതും പറഞ്ഞു. 2, അഖീദ പഠിക്കേണ്ടതിന്റെ രീതി എന്താണെന്ന് പറഞ്ഞു. അത് ഖുർആനും സുന്നത്തും ആണ് അതിന്റെ അടിസ്ഥാനം. അത് അങ്ങനെ അതിൽ നിന്നാണ് സലഫുകൾ, സഹാബികൾ അത് പഠിച്ചിട്ടുള്ളത്. പിൽക്കാലത്ത് പല പിഴച്ച വാദങ്ങളും തത്വങ്ങളും എല്ലാം ഉണ്ടാവുകയും വ്യത്യസ്ത വിശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ടാവുകയും എല്ലാം ചെയ്തു. അതിൽ ആളുകൾ ഭിന്നിച്ചു പോയി പിഴച്ച കക്ഷികളായി തീർന്നു എന്നുള്ളതാണ് അതിന്റെ അനന്തരഫലമായി സംഭവിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് അടുത്ത ആഴ്ചകളിൽ നമുക്ക് വായിക്കാം. അല്ലാഹു തആല സഹിഹായ അഖീദയുള്ള ആളുകളായി ജീവിക്കാനും മരണപ്പെടാനും അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.